നമുക്ക് ഒരു കണ്ണൂർ കല്യാണം കൂടിയാലോ? കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച ഒരു കല്യാണമുണ്ട്. നമുക്ക് പോവാം. ഇവിടുത്തെ കല്യാണത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കല്യാണത്തിന് ശേഷം നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാവോ? എത്ര പേർക്ക് അറിയാം? അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഞാനൊരു കോട്ടയംകാരി ആയതുകൊണ്ട് തന്നെ കണ്ണൂർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത്. ആദ്യമൊക്കെ കണ്ടപ്പം പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ പെണ്ണിനും ചെറുക്കനും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടി ഒരു അറ കൊടുക്കുക, അവർ ജീവിതകാലം മൊത്തം അവിടെ താമസിക്കുക, പിന്നെ വല്ലപ്പോഴും ചെറുക്കൻ്റെ വീട്ടിലേക്കൊക്കെ പോവുക. അതായത് പെണ്ണും ചെറുക്കനും പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാറ്. അവർക്കൊരു റൂമൊക്കെ കൊടുത്ത് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വന്തമായിട്ട് വീടെടുത്ത് എപ്പോഴേലും മാറണമെങ്കിൽ മാറാം. അങ്ങനെയാണ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളല്ലേ. അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്? ഇതേപോലെയുള്ള ആചാരങ്ങളുണ്ടോ? ഒന്ന് പറയണേ. അതോ കണ്ണൂർ മാത്രമേ ഉള്ളോ? ഒന്നറിയാനാണേ. കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോയി. അവിടെ ആദ്യം തന്നെ വിളമ്പുന്നത് അലിസയാണ് കേട്ടോ. ഇത് ഇറച്ചിയും ഗോതമ്പും തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു ഐറ്റമാണേ. നമുക്ക് കുറച്ച് പഞ്ചസാരയും തരും. അതും കൂടെ ഇട്ടിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുടെയും ഒക്കെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. ഇത് നമ്മുടെ കോട്ടയത്തൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നല്ല ചൂടോട് കൂടി ആ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എങ്ങനെ അത് പറയണമെന്നറിയത്തില്ല. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിനി കഴിച്ചിട്ടില്ല എങ്കിൽ എപ്പോഴേലും കഴിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായും കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണേ. പിന്നെ നമ്മൾ അതേ പ്ലേറ്റിൽ തന്നെ കുറച്ച് ചോറിട്ടു. ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കല്യാണ ബിരിയാണിക്ക്. നമ്മൾ എത്ര നന്നായിട്ട് വീട്ടിലുണ്ടാക്കിയാലും ഈ കല്യാണ ബിരിയാണിയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കിട്ടാത്തൊരു ടേസ്റ്റാണേ. അപ്പോൾ കുറച്ച് സലാഡും കുറച്ച് അച്ചാറൊക്കെ ഇട്ടിട്ട് അത് കഴിച്ചു. ഇവിടെ കിട്ടുന്ന അച്ചാർ ഒരു ബീട്രൂട്ട് പിന്നെ മറ്റേ മുന്തിരി, കറുത്ത മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒരു അച്ചാറാണ്. ഒരു മിക്സ്ഡ് അച്ചാറാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അച്ചാറിൻ്റെ. എൻ്റെ നാടായ കോട്ടയത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇതുകൊണ്ടാകട്ടെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്നത്. എനിക്ക് എന്താ പറയുക, പുതുമയായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാൻ ജനിച്ചു വളർന്ന കോട്ടയത്ത് നിന്ന് ഇപ്പോൾ കണ്ണൂരിലേക്ക് വന്നപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഞാൻ എന്താണോ എങ്ങനെയാണോ അതായിരിക്കും നിങ്ങൾ എൻ്റെ വീഡിയോസിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ പെണ്ണിൻ്റെ അറ കാണാൻ വേണ്ടി പോയി. ഇതാണ് പെണ്ണിന് കൊടുത്തേക്കുന്ന, അവരുടെ വീട്ടിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു അറ കേട്ടോ. അവർക്ക് ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാവേ. അതായത് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അവരുടെ ഉമ്മാടെയും ഉപ്പാടെയും കൂടെ ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാം എന്നർത്ഥം. ഇങ്ങനെ ഒരു അറ വീട്ടിൽ കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല റൂം എത്രത്തോളം നന്നായിട്ട് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടി പെണ്ണ്. സത്യം പറഞ്ഞാൽ ഓരോ നാട്ടിലും എന്തെല്ലാം തരം വ്യത്യാസങ്ങളല്ലേ ഉള്ള ഓരോ കാര്യത്തിനും. അങ്ങനെ ഞാൻ കല്യാണമൊക്കെ കൂടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.